ഒരു തൊഴിൽ കൊടുക്കുമ്പോൾ 1 ലക്ഷം രൂപ സബ്സിഡി കൊടുക്കുക എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് ഇങ്ങനെയുള്ളൊരു വാഗ്ദാനം കൊടുക്കുന്നത്. അതിൽ കൂടി 5 വർഷത്തിനുള്ളിൽ 20 ലക്ഷമെങ്കിലും തൊഴിൽ നൽകാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കുമെന്നുള്ളതിനുള്ള ഏറ്റവും ഉദാഹരണമാണ്. നമ്മുടെ കേരളത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യ സാധനങ്ങൾ, പ്രത്യേകിച്ച് പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, അരി തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് അത് സർപ്ലസ് കൊണ്ടുവരാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഓരോ കുടുംബങ്ങൾക്കും 2500 രൂപയുടെ ഭക്ഷ്യ ആരോഗ്യ സുരക്ഷ കാർഡാണ് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിലേക്ക് ഒരു വർഷം 30,000 രൂപയുടെ സൗജന്യമായിട്ട് അവർക്ക് ഭക്ഷ്യസാധനങ്ങളോ മരുന്നോ വാങ്ങാനായിട്ടുള്ള കാർഡ് ഓരോ മാസവും 2500 രൂപ കാർഡ് വഴി കൊടുക്കുക. അപ്പൊ എല്ലാ പഞ്ചായത്തുകളിലും 24/7 24 മണിക്കൂർ സജ്ജമായിട്ടുള്ള ഫ്രീ ആംബുലൻസ് സർവീസാണ് ഇതുകൊണ്ട് മുന്നോട്ട് വയ്ക്കുന്നത്. എല്ലാ പഞ്ചായത്തുകളിലും ഓരോ ആംബുലൻസ് 24 മണിക്കൂർ സജ്ജമായിട്ട് സൗജന്യമായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാനായിട്ടുള്ള ഒരു നടപടി. ഓരോ കുടുംബങ്ങളിലേക്കും ഒരു വർഷം 2 LPG സിലിണ്ടർ സൗജന്യമായിട്ട് നൽകും. അത് 1 ഓണത്തിന്റെ സമയത്തും 2 ക്രിസ്മസിന്റെ സമയത്തും. ഓരോ കുടുംബങ്ങളിലേക്കും 20,000 ലിറ്റർ ഫ്രീ വാട്ടർ ഓരോ കുടുംബങ്ങളിലും ഉറപ്പാക്കുക എന്നുള്ളതാണത്. നമുക്കറിയാം, സാധാരണ രീതിയിൽ ഒരു മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പറയും, മലയാളത്തിൽ പറയും പ്രകടന പത്രിക. അതൊരു പ്രകടനം മാത്രമേ ഉള്ളൂ, യാഥാർത്ഥ്യമാകാറില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ഇത്തവണ NDA കേരളത്തിലേക്ക് അവതരിപ്പിക്കുന്ന മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്, നടപ്പിലാക്കാവുന്ന കാര്യങ്ങളാണ്, നടപ്പിലാക്കാവുന്നത് മാത്രമേ ഇവിടെ പറയുന്നു എന്നുള്ളതാണ്. അതിൽ നമ്മുടെ രാജീവ് ജി ഇവിടെ സൂചിപ്പിച്ച് ഏറ്റവും അധികം എന്നെ ആകർഷിച്ച ഒരു കാര്യമാണ് എംപ്ലോയ്മെന്റ് ബേസ്ഡ് ഇൻസെന്റീവ്. ഒരു തൊഴിൽ കൊടുക്കുമ്പോൾ 1 ലക്ഷം രൂപ സബ്സിഡി കൊടുക്കുക എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് ഇങ്ങനെയുള്ളൊരു വാഗ്ദാനം കൊടുക്കുന്നത്. അതിൽ കൂടി 5 വർഷത്തിനുള്ളിൽ 20 ലക്ഷമെങ്കിലും തൊഴിൽ നൽകാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കുമെന്നുള്ളതിനുള്ള ഏറ്റവും ഉദാഹരണമാണ്. നമുക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ്, അതാണ് നമുക്കറിയാം. ഇന്ന് നമ്മൾ കേരളം എന്ന് പറയുന്നത് ഉപ്പ് മുതൽ കർപ്പൂരം വരെ എല്ലാം അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന ഒരു സംസ്ഥാനമാണ്. അതിന് മാറ്റം വരണം. നമ്മുടെ സംസ്ഥാനത്ത് അതിനുള്ള സാധ്യതകളുണ്ട്, പക്ഷേ ഇതുവരെ ആരും അത് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യ സാധനങ്ങൾ, പ്രത്യേകിച്ച് പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, അരി തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് അത് സർപ്ലസ് കൊണ്ടുവരാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കൂടാതെ നമുക്കറിയാം, ഇന്ന് വിലക്കയറ്റം കേരളത്തിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് വിലക്കയറ്റം. 2016 പിണറായി സർക്കാർ കയറുമ്പോൾ വിലക്കയറ്റം പിടിച്ചു നിർത്തും, വില കുറയ്ക്കുമെന്നെല്ലാം പറഞ്ഞെങ്കിലും വില 2 ഇരട്ടിയും 3 ഇരട്ടിയുമായി ഉയർന്നു എന്നുള്ളതാണ്. അതിനൊരു പരിഹാരമാണ് നമ്മൾ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകളും ആരോഗ്യ സുരക്ഷാ മാർക്കറ്റുകളും. അതിൻ്റെ തുടക്കമായിട്ട് ഇപ്പോൾ ഓരോ കുടുംബങ്ങൾക്കും 2500 രൂപയുടെ ഭക്ഷ്യ ആരോഗ്യ സുരക്ഷ കാർഡാണ് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിലേക്ക് ഒരു വർഷം 30,000 രൂപയുടെ സൗജന്യമായിട്ട് അവർക്ക് ഭക്ഷ്യസാധനങ്ങളോ മരുന്നോ വാങ്ങാനായിട്ടുള്ള കാർഡ് ഓരോ മാസവും 2500 രൂപ കാർഡ് വഴി കൊടുക്കുക. അതായത് ഒരു കുടുംബത്തിന് 30,000 രൂപയാണ് ഒരു വർഷം ഈ കാർഡ് വഴി ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാനുമായിട്ട് ലഭിക്കുന്നത്. അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ ഒട്ടനവധി കുടുംബങ്ങളിൽ, പ്രത്യേകിച്ച് പ്രായാധിക്യമുള്ള ആളുകൾ അവരുടെ വീടുകളിൽ
അവർക്ക് ഹോസ്പിറ്റലിൽ പോകാനായിട്ടുള്ള മടിയുണ്ട്, പോകാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ്, അതിനുള്ള പണ ചെലവ് വളരെ കൂടുതലാണ്. അതിനെ പരിഹരിക്കാനായിട്ട് എല്ലാ പഞ്ചായത്തുകളിലും നമുക്ക് സഞ്ചരിക്കുന്ന ഒരു ആശുപത്രി ഓരോ പഞ്ചായത്തുകളിലും, അപ്പോൾ ഈ ആശുപത്രി വഴി നമുക്ക് ഓരോ വീടുകളിലും എത്തി അങ്ങനെ ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ട ചികിത്സാ സഹായവും അത്യാവശ്യം ഈ പറയുന്നവരെ ഷുഗർ ചെക്ക് ചെയ്യാനും BP ചെക്ക് ചെയ്യാനും ഒക്കെ സാധിച്ചു കഴിഞ്ഞാൽ പല ആളുകളും പ്രോപ്പറായിട്ട് സമയബന്ധിതമായിട്ട് ചികിത്സ കിട്ടാത്തത് കൊണ്ടാണ് 5ഉം 10ഉം വർഷം ഈ ലോകം വിട്ടു പോകുന്നത്. അത് പരിഹരിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് അതുകൊണ്ട്. അപ്പൊ ഈ സഞ്ചരിക്കുന്ന ആശുപത്രി എല്ലാ പഞ്ചായത്തുകളിലും നടപ്പിലാക്കുന്നതോടുകൂടി തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടും. അത് മാത്രമല്ല നമ്മുടെ ആയുസ് ഏറ്റവും ചുരുങ്ങിയത് 5 വർഷം മുതൽ 10 വർഷം വരെ നമുക്ക് കൂട്ടാൻ സാധിക്കുമെന്നുള്ള വലിയൊരു കാര്യമാണ് ഇതിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി ഇത് കൂടാതെ നമുക്കറിയാം, പലപ്പോഴും നമ്മൾ അത്യാവശ്യത്തിന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ അതും രാത്രി സമയങ്ങളിൽ ഗ്രാമങ്ങളിൽ ഒരു ടാക്സി കിട്ടാനോ അല്ലെങ്കിൽ അവരെ ഒരു ആംബുലൻസ് കിട്ടാനോ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എല്ലാ പഞ്ചായത്തുകളിലും 24/7 24 മണിക്കൂർ സജ്ജമായിട്ടുള്ള ഫ്രീ ആംബുലൻസ് സർവീസാണ് ഇതുകൊണ്ട് മുന്നോട്ട് വയ്ക്കുന്നത്. എല്ലാ പഞ്ചായത്തുകളിലും ഓരോ ആംബുലൻസ് 24 മണിക്കൂർ സജ്ജമായിട്ട് സൗജന്യമായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാനായിട്ടുള്ള ഒരു നടപടി, അതും ആരോഗ്യ സുരക്ഷയുടെ ഭാഗമായിട്ടാണ്. പിന്നെയുള്ളത് നമുക്കറിയാം, ഇന്ന് വീടുകളിലെ വീട്ടമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ചെലവുള്ള ഒരു കാര്യമാണ് നമ്മളുടെ ഈ പറയുന്ന കുക്കിംഗ് ഗ്യാസ്, പാചകവാതകം. അപ്പോൾ അതുകൊണ്ട് ആദ്യം തുടക്കം എന്നുള്ള നിലയിൽ ഓരോ കുടുംബങ്ങളിലേക്കും ഒരു വർഷം 2 LPG സിലിണ്ടർ സൗജന്യമായിട്ട് നൽകും. അത് ഒന്ന് ഓണത്തിന്റെ സമയത്തും 2 ക്രിസ്മസിന്റെ സമയത്തും, 2 സമയങ്ങളിൽ ഓരോ കുടുംബങ്ങളിലേക്കും ഫ്രീ ആയിട്ട് ഒരു സൗജന്യ സിലിണ്ടർ, അങ്ങനെ 2 സിലിണ്ടർ വീതം ഒരു വർഷം ഓരോ കുടുംബത്തിനും ലഭിക്കും. അതുകൂടാതെ വെള്ളം, നമുക്കറിയാം എല്ലാ സ്ഥലത്തും പല കുടുംബങ്ങളിലും വെള്ളം എത്താൻ സാധിക്കുന്നില്ല. ഓരോ കുടുംബങ്ങളിലേക്കും 20,000 ലിറ്റർ ഫ്രീ വാട്ടർ ഓരോ കുടുംബങ്ങളിലും ഉറപ്പാക്കുക എന്നുള്ളതാണത്. ഇതുകൂടാതെ ക്ഷേമ പെൻഷൻ, ഇപ്പോ കഴിഞ്ഞ 21-ലെ LDF ഗവൺമെന്റ് വരുമ്പോ 1,600 രൂപയിൽ നിന്ന് 2,000 ആക്കുമെന്ന് പറഞ്ഞെങ്കിലും അവസാന ഈ 1 മാസം മുമ്പ് ഭരണം തീരുന്നതിന് മുമ്പാണ് അത് 2,000-ലേക്ക് ഉയർത്തിയത്. എന്നാൽ ഞങ്ങൾ പറയുന്നു ഇത് 3,000 രൂപയാക്കി ഉയർത്തി എല്ലാവർക്കും ലഭ്യമാക്കുന്ന രീതിയിൽ അത് നടപ്പിലാക്കും ക്ഷേമ പെൻഷൻ. ഇനി ഒന്ന് വേറൊരു വളരെ നമുക്ക് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു സംഗതിയാണ്. നമുക്കറിയാം, നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നിർധനരായിട്ടുള്ള പാവപ്പെട്ട കുട്ടികളാണ് ഗവൺമെന്റ് സ്കൂളുകളിൽ പോകുന്നത്. അവിടെ മലയാളം മീഡിയമാണ്. അതുകൊണ്ട് എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും ഇംഗ്ലീഷ് മീഡിയം 12ാം ക്ലാസ് വരെ സൗജന്യമായിട്ട് ഓപ്ഷണലായിട്ട് അവർക്ക് പഠിക്കാനായിട്ടുള്ള ഒരു അവസരം അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾ, പാവപ്പെട്ട നിർധനരായിട്ടുള്ള ആളുകളുടെ കുട്ടികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം, അതായത് കിൻഡർ ഗാർഡൻ മുതൽ 12ാം ക്ലാസ് വരെ പ്രാഥമിക വിദ്യാഭ്യാസം ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും പറയാനുമായിട്ടുള്ള ആ ഒരു അറിവ് ലഭിക്കുമ്പോൾ അവർക്ക് പിന്നീട് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ പോയോ മറ്റു സംസ്ഥാനങ്ങളിൽ പോയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജോലികൾക്കോ വലിയൊരു സാധ്യതയാണ് അതുകൊണ്ട് കാണുന്നത്. ആരും ചിന്തിക്കാത്ത അല്ലെങ്കിൽ ഇതുവരെ ആലോചിക്കാത്ത ഒരു വലിയ വിദ്യാഭ്യാസ നയ വ്യത്യാസമാണ് ഇത് കൊണ്ടുവരുന്നത്. 12ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം സൗജന്യമായിട്ട് എല്ലാ പഞ്ചായത്തുകളിലും എല്ലാവർക്കും ലഭ്യമാക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ പലതും നമുക്ക് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് പ്രയോജനപ്പെടുന്നില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് സ്കിൽഡ് ബേസിസ് ആയിട്ടുള്ള വിദ്യാഭ്യാസം നടപ്പിലാക്കുക, അതിന് പ്രത്യേകമായിട്ടുള്ള എഡ്യൂക്കേഷൻ, ഇന്റേൺഷിപ്പ്, അപ്രന്റീസ്ഷിപ്പ്, സ്കില്ലിംഗ് പ്രോഗ്രാം, ഇങ്ങനെയുള്ള പദ്ധതികൾ നടപ്പിലാക്കി കഴിയുമ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ പുതുതലമുറ പഠിച്ചു വളരുമ്പോൾ അതോടൊപ്പം ഇന്ത്യക്ക് പുറത്തും വളരെ അനായാസേന അവർക്ക് ജോലി കിട്ടാനായിട്ടുള്ള ഒരു സൗകര്യം ഇതുമൂലം ലഭിക്കും. ഇനി വേറൊന്നാണ് നമ്മുടെ
നമ്മുടെ ശുചിത്വം, വേസ്റ്റ് മാനേജ്മെന്റ്, നമ്മൾ പ്രത്യേകിച്ച് തിരുവനന്തപുരം, എറണാകുളം, കോട്ടയം ഇതുപോലെയുള്ള വലിയ വലിയ സിറ്റികളിൽ ഇന്ന് എല്ലാവരും അനുഭവപ്പെടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പൊ അതിനൊരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സംവിധാനം എല്ലാ സ്ഥലത്തും, അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനോ ആ രീതിയിൽ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും വെച്ചിട്ട് ഇത് കളക്ട് ചെയ്ത് ഒന്നിച്ച് ഈ വേസ്റ്റിനെ നമ്മൾ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അടുത്തത് വികസിത കോർപ്പറേഷൻ. നമ്മുടെ ഈ കോർപ്പറേഷനുകളെല്ലാം ഒരു 10 വർഷത്തെ മാസ്റ്റർ പ്ലാനുകൾ ഉണ്ടാക്കി അതിന് ശാസ്ത്രീയമായിട്ട് പഠിച്ച് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി നമുക്ക് അവിടെ പദ്ധതികൾ നടപ്പിലാക്കുക. അപ്പൊ അതിൽ ഒന്ന് പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ഗതാഗത കുരുക്കാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതിനെ പഠിച്ച് മനസ്സിലാക്കി ഫ്ലൈ ഓവേഴ്സ്, അതുപോലെ 6-8 ലൈൻ ബൈപ്പാസുകൾ, ഹൈവേസ്, അങ്ങനെയുള്ള ഒരു വലിയ വികസന കാഴ്ചപ്പാട്. ഇനിയുള്ളത് ഹ്യൂമൻ സെക്യൂരിറ്റിയാണ്. നമ്മളിന്ന് ഏറ്റവും കൂടുതൽ നമുക്കറിയാം എന്ന് ചർച്ച ചെയ്യപ്പെടുന്ന കേരളത്തിൽ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നമുണ്ടാക്കുന്നതാണ് തെരുവ് നായ ശല്യം. അത് ഇന്നിപ്പോ നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ മേയർ അത് വളരെ ഭംഗിയായിട്ട് അതിനുള്ള തുടക്കം കുറിച്ചു. പക്ഷേ ഇത് കേരളത്തിലെ ഗ്രാമങ്ങളിലും പഞ്ചായത്തുകളിലും മറ്റുള്ള പ്രദേശങ്ങളിലും എല്ലാം വലിയൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. അതിന് ഈ തെരുവ് നായ ശല്യം സ്ഥിരമായിട്ടുള്ള ഒരു പരിഹാരം കാണുന്നതിനുള്ള വലിയൊരു പദ്ധതിയാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും തടഞ്ഞ് തെരുവ് നായ്ക്കളുടെ ശല്യം പൂർണ്ണമായിട്ടും തടയാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഡ്രഗ്സ്. ഇന്നിപ്പോ ചെറിയ സ്കൂളുകൾ മുതൽ കോളേജുകളിലെ എല്ലാ സ്ഥലത്തും ഡ്രഗ്സിന്റെ ലഭ്യത വളരെ കൂടിയിരിക്കുകയാണ്. കേരളം ഡ്രഗ്സിന്റെ ഒരു ഹബ്ബായിട്ട് മാറിയിരിക്കുകയാണത്. അപ്പോൾ അത് പ്രത്യേകിച്ച് മാതാപിതാക്കളെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്, എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്, കുട്ടികളുടെ ഭാവി നശിപ്പിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഡ്രഗ്സ് ഫ്രീ ആയിട്ടുള്ള 100% ഡ്രഗ്സ് ഇല്ലാതെ ആയുള്ള ഒരു കേരളമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനുള്ളൊരു വലിയ പ്രോഗ്രാം. അതുപോലെ ഇന്ന് ശരാശരി ഒരു ദിവസം ഏതാണ്ട് 2000 ക്രൈംസ്, കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഈ കുറ്റകൃത്യങ്ങൾ ഓരോ വർഷം തോറും ഒരു 10%, 15% കൂടി വരുന്നതല്ലാതെ ഒരിക്കലും ഇത് കുറയ്ക്കാനോ നിയന്ത്രിക്കാനോ ആരും ശ്രമിച്ചിട്ടില്ല. അത് അങ്ങനെ ഒരു സാധ്യത ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഘട്ടം ഘട്ടമായിട്ട് കുറച്ച്, അതായത് ക്രൈംസ് കുറച്ച്, കുറ്റകൃത്യങ്ങൾ 2000-ൽ നിന്ന് ഘട്ടം ഘട്ടമായിട്ട് കുറച്ച് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു 50%, 60% കുറച്ച് കൊണ്ടുവരാനായിട്ടുള്ള സീറോ ടോളറൻസ് ക്രൈം ഫ്രെയിംവർക്കാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമായിട്ടുള്ള 3 പ്രശ്നം. അതായത് ഒന്ന് മുല്ലപ്പെരിയാർ ഭീഷണി. തിരുവനന്തപുരത്ത് ആ ഭീഷണി കുറവാണ്. പക്ഷേ ഞങ്ങളൊക്കെ താമസിക്കുന്ന എറണാകുളം ജില്ല, കോട്ടയം, ഇടുക്കി, തൃശ്ശൂരിന്റെ ഒരു ഭാഗം, ആലപ്പുഴ, പത്തനംതിട്ടയുടെ ഒരു ഭാഗം, ഈ ജില്ലകള് ഏത് സമയത്തും എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യത്തിലാണ് ജനങ്ങള്. അങ്ങനെ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 90 ലക്ഷം ആളുകളുടെ ജീവൻ അപഹരിക്കുന്ന 5 ജില്ലകളില്ലാതെയാക്കുന്ന വലിയൊരു പ്രശ്നമാണത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഇത് ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റുമായിട്ട് സഹകരിച്ച്, തമിഴ്നാടുമായിട്ട് സഹകരിച്ച്, തമിഴ്നാടിന് വെള്ളം കിട്ടണം, അതേ സമയത്ത് കേരളത്തിലെ ജനങ്ങൾ സുരക്ഷിതമായിട്ടിരിക്കണം. അപ്പൊ രണ്ടും പരിഹരിച്ചുകൊണ്ട് തമിഴ്നാടിനും കേരളത്തിനും അനുയോജ്യമായിട്ടുള്ള ഒരു പദ്ധതി അവിടെ നടപ്പിലാക്കി 2 കൂട്ടരെയും കൊണ്ട് സമ്മതിപ്പിച്ച് മുല്ലപ്പെരിയാർ ഡാമിന്റെ പ്രശ്നം, ആ ഭീഷണി എന്നേക്കുമായിട്ട് പരിഹരിക്കുന്ന ഒരു പദ്ധതിയാണ് ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കേരളത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കടൽ കയ്യേറ്റമാണ്. അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങളില് തീരദേശ
പ്രദേശത്ത് ഏതാണ്ട് 9 ലക്ഷത്തോളം കുടുംബങ്ങൾ പലപ്പോഴും മഴ പെയ്യുമ്പോ അല്ലെങ്കിൽ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഏത് സമയത്തും സ്വന്തം വീടുകൾ വിട്ട് ഓടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോ അത് മാറ്റം വരണം. പല സ്ഥലത്തും നമ്മൾ കടൽ ഭിത്തികളൊക്കെ നിർമ്മിച്ചെങ്കിലും അത് ശാശ്വതമായിട്ടൊരു പരിഹാരമായിട്ടില്ല. അതുകൊണ്ട് ഈ പറയുന്ന കടൽ കയ്യേറ്റത്തിന് 100% ശാശ്വതമായിട്ട് 100% കടലോരത്ത് ജീവിക്കുന്ന 9 ലക്ഷം കുടുംബങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാവുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു വലിയൊരു പദ്ധതിയാണ് ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി മൂന്നാമതുള്ളത് നമുക്കറിയാം, കടലോരത്ത് നമ്മൾ അനുഭവിക്കുന്നത് കടൽ കയ്യേറ്റമാണെങ്കിൽ വനം പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് നമുക്ക് പത്തനംതിട്ട, ഇടുക്കി, തൃശ്ശൂര്, പാലക്കാട്, വയനാട് അങ്ങനെ തുടങ്ങിയ വിവിധ ജില്ലകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് ഭയപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഈ പറയുന്ന വന്യജീവി ആക്രമണം. അതിനെ ഭയന്ന് ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് മാറി മാറി പല ഗവൺമെന്റുകൾ വന്നെങ്കിലും ഒരിക്കലും അതിനൊരു പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. പലരുടെയും ജീവൻ നഷ്ടപ്പെടുമ്പോ ഏതാനും ലക്ഷങ്ങൾ കൊടുത്ത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതല്ലാതെ ഇതിന് ദീർഘവീക്ഷണത്തോടുകൂടി ശാശ്വതമായുള്ള ഒരു പരിഹാരം കാണാനായിട്ട് ഒരു ഗവൺമെന്റുകൾക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെയും ഞങ്ങൾ കാണുന്നത് ഇതിന് സ്ഥിരമായിട്ടുള്ള 100% സുരക്ഷിതമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ് ഈ പ്രകടന പത്രികയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് 3 പ്രധാന പ്രശ്നങ്ങൾ: 1 മുല്ലപ്പെരിയാർ ഡാം ഭീഷണി ഇല്ലാതെയാക്കും, 2 കടൽ കയ്യേറ്റ ഭീഷണി പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കും, 3 വന്യജീവി ആക്രമണം പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കി ആളുകളെ സുരക്ഷിതമാക്കുന്ന ഏറ്റവും ചങ്കൂറ്റത്തോടു കൂടിയുള്ള 3 കാര്യങ്ങളിലുള്ള നിലപാടാണ് NDA മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇനി നമുക്കറിയാം, നമ്മുടെ കേരളത്തിന്റെ കടം ഓരോ 5 വർഷം ഓരോ ഗവൺമെന്റുകൾ വരുമ്പോഴും കടം ഇരട്ടിയായിക്കൊണ്ടിരിക്കുകയാണ്. 35,000 കോടിയിൽ നിന്ന് 72,000 കോടിയായി. 72,000 കോടിയിൽ നിന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ഭരണം അവസാനിക്കുമ്പോൾ 1,53,000 കോടിയായി. പിണറായി സർക്കാർ ഏറ്റെടുക്കുമ്പോൾ 1,53,000 കോടിയായിരുന്ന കടം 5 വർഷം ആദ്യ പിണറായി സർക്കാർ പൂർത്തിയാക്കുമ്പോൾ അത് 3,15,000 കോടിയായി. ഇപ്പൊ രണ്ടാം പിണറായി സർക്കാർ ഭരണം 10 വർഷം പൂർത്തിയാക്കുമ്പോൾ അത് 6,50,000 കോടിയോടടുത്തിരിക്കുന്നു. അപ്പോ ഇത് കടം കൂട്ടി കടമെടുത്ത് മാത്രം ഭരണം നടത്തുന്ന ഗവൺമെന്റുകളെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ആരും കടം കുറയ്ക്കാനോ കടമെടുക്കാതെ ഭരണം നടത്താനോ ഇതുവരെ ആരും പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ NDA ഗവൺമെന്റ് പറയുന്നു, NDA മുന്നോട്ട് വെക്കുന്നത് ഈ കടം ഘട്ടം ഘട്ടമായിട്ട് കുറച്ച് 7-8 വർഷത്തിനുള്ളിൽ 0 ഡെറ്റായിട്ട്, അതായത് കടമില്ലാത്ത ഒരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റും. ഇത് പറയാനായിട്ട് ഒരു LDF-നോ UDF-നോ സാധിക്കില്ല. അത് NDAക്ക് മാത്രമേ സാധിക്കൂ. 7-8 വർഷം കൊണ്ട് 6 ലക്ഷം കോടി കടം കുറച്ച് കൊണ്ടുവന്ന് 8-ാം വർഷമോ 9-ാം വർഷമോ ഡെപ്പോസിറ്റ്, അതായത് മിച്ച ബഡ്ജറ്റ് ഉണ്ടാക്കി NDA തെളിയിക്കുമെന്നുള്ള ഏറ്റവും വലിയൊരു വാഗ്ദാനം കൂടി ഇതിൽ നൽകുന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇവിടെ എല്ലാം നമ്മൾ സാധാരണ രീതിയിൽ ആളുകളെ വിഡ്ഢിയാക്കുന്ന, കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രകടന പത്രികയല്ല. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അത് കേരളത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള, ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള കേരളത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതിന് ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഒരു ശാശ്വത പരിഹാരമാണ് ഈ ഇത്തവണത്തെ NDAയുടെ പ്രകടന പത്രികയിലൂടെ ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കുന്നത്. ഇത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്, ഇത് നടപ്പിലാക്കും. നിങ്ങൾക്കറിയാം, ഞാനടക്കം ശ്രീ രാജീവ് ചന്ദ്രശേഖരജി, അത് കൂടാതെ നമ്മുടെ പ്രധാനമന്ത്രി മോഡിജിയോടൊപ്പം നടന്ന് നമ്മുടെ പ്രധാനമന്ത്രിയുണ്ട്. ഇവരെല്ലാവരും കൂടി മുന്നോട്ട് വെക്കുന്നത് വെറും വാഗ്ദാനമല്ല, യാഥാർത്ഥ്യമായിട്ട് നടപ്പിലാക്കാവുന്ന, കേരളത്തെ മാറ്റിയെടുക്കാവുന്ന പ്രകടന പത്രികയാണ്. എന്നെ കേട്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.